PM ശ്രീയിൽ നിന്നും പിന്നോട്ട് പോകാൻ സാധ്യമല്ലെന്ന് UDF യോഗത്തിൽ വിലയിരുത്തൽ. മദ്യനയം തീരുമാനിക്കാൻ UDF ഉപസമിതിയെ നിയോഗിക്കും. അമൽ തേനമ്പറമ്പിൽ ചേരുന്നുണ്ട്. അമൽ, UDF യോഗത്തിന്റെ പ്രാധാന്യം തന്നെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനം. ഒന്ന് മദ്യനയവുമായി ബന്ധപ്പെട്ട കാര്യം, മറ്റൊന്ന് PM ശ്രീയാണ്. PM ശ്രീയിൽ എന്താണ് ഇപ്പോൾ UDF-ൽ കക്ഷി നേതാക്കളൊക്കെ തന്നെ പ്രകടിപ്പിച്ച അഭിപ്രായം? എന്ത് നിലപാടിലേക്കാണ് ഇപ്പോൾ യോഗം പോകുന്നത്? അമൽ, പ്രജീഷെ, സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ആദ്യ UDF യോഗമാണ് ഇന്നിപ്പോൾ ക്ലിഫ് ഹൗസിൽ ചേർന്നത്. ഈ യോഗത്തിൽ ഏതെങ്കിലും വിഷയങ്ങളിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ല. മദ്യനയം, അതോടൊപ്പം തന്നെ PM ശ്രീ, ഈ രണ്ട് വിഷയങ്ങളിലും സർക്കാരിൻ്റെ തീരുമാനം എന്ത്, അല്ലെങ്കിൽ എന്താകും UDF-ന്റെ നയം എന്നറിയാൻ ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ആ വിഷയത്തിൽ കൂടുതൽ ചർച്ചകളിലേക്ക് പോയിട്ടില്ല. ഉപസമിതിയെ നിയോഗിക്കുന്നു. മദ്യനയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ വിശദമായി തന്നെ ചർച്ച ചെയ്യാനും പഠിക്കാനും. അതിനുശേഷം മാത്രമാകും UDF-ൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിശാലമായ ഒരു ചർച്ചയുണ്ടാകും. ഓണത്തിന് ശേഷം വിശാലമായ UDF വിളിക്കാനുള്ള തീരുമാനവും ഉണ്ടായിട്ടുണ്ട്. PM ശ്രീയുടെ കാര്യത്തിലും വിശദമായ ഒരു ചർച്ചയിലേക്ക് ഇന്ന് പോയിട്ടില്ല. പക്ഷേ UDF-ലെ ഒരു പൊതുവികാരം എന്ന് പറയുന്നത് ഈ PM ശ്രീയിൽ നിന്നും കേന്ദ്ര സർക്കാരുമായി ഒപ്പിട്ട പദ്ധതിയാണ്. അതിൽ നിന്നും വേഗത്തിൽ പിന്നോട്ട് പോക്ക് സാധ്യമല്ല എന്നുള്ള നിലയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. PM ശ്രീ കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ട പദ്ധതിയാണ്. അതിനാൽ ആ പദ്ധതിയിൽ നിന്നും വേഗത്തിൽ പിന്നോട്ട് പോകേണ്ടതില്ല. അതുമായി മുന്നോട്ട് പോകാം. മറ്റെന്തെങ്കിലും തരത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഈ പാഠ്യപദ്ധതിയിലടക്കമുള്ള ഇടപെടൽ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ എങ്ങനെ മറികടക്കാം എന്നുള്ള കാര്യം കൂടുതൽ പരിശോധിക്കണം എന്നൊരു കാര്യമാണ് ഇന്ന് ചർച്ചയിൽ ഇപ്പോൾ പ്രധാനമായും ഉയർന്നു വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ബോർഡ് കോർപ്പറേഷൻ വിഭജനം സംബന്ധിച്ച കാര്യത്തിലും ഒരു പ്രാഥമിക ചർച്ച മാത്രമാണ് നടന്നത്. ഓരോ കക്ഷികളുമായും കോൺഗ്രസ് ചർച്ച നടത്തും. അതിനുശേഷം മാത്രമായിരിക്കും അന്തിമ തീരുമാനമുണ്ടാകുക. ക്യാബിനറ്റ് പദവികളൊക്കെ ഒഴിഞ്ഞു കിടക്കുകയാണ്. അടുത്ത വെള്ളിയാഴ്ചയ്ക്ക് മുൻപ് ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി, ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ അടക്കമുള്ള ക്യാബിനറ്റ് പദവികളുണ്ട്. ആ ക്യാബിനറ്റ് പദവിയിലേക്ക് ആര് എന്നുള്ള കാര്യത്തിൽ അടുത്ത വെള്ളിയാഴ്ചയ്ക്കകം തീരുമാനമുണ്ടാക്കാനുള്ള ഒരു പ്രാഥമിക ധാരണയാണ് ഇന്നത്തെ UDF യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. പ്രജീഷ്.